2014 മാർച്ച് 8 മലേഷ്യയിലെ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. രാത്രി 12 മണി കഴിഞ്ഞു. സാധാരണമായ ഒരു സാറ്റർഡേ ആയിരുന്നു. പക്ഷേ ആ രാത്രി ആകാശത്ത് അപ്രത്യക്ഷമായത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ എയർ മിസ്റ്ററിയായി മാറി. മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 370 കോലാലംപൂരിൽ നിന്നും ചൈനയിലെ ബീജിംഗിലേക്ക് പുറപ്പെട്ട ആ വിമാനം രാത്രി 12:42 റൺവേ 32R നിന്നും പറന്നുയർന്നു. വിമാനത്തിൽ 2 പൈലറ്റും 10 ക്യാബിൻ ക്രൂവും 227 പാസഞ്ചേഴ്സും ഉണ്ടായിരുന്നു. നല്ല പ്യുവർ വെതർ കണ്ടീഷൻസ് ആയിരുന്നു. എല്ലാം നോർമൽ ആയിരുന്നു. പക്ഷേ വെറും 1 മണിക്കൂറിനകം ആ വിമാനം ലോകത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. വിമാനത്തിന്റെ അവസാനമായി രേഖപ്പെടുത്തിയ ശബ്ദം ഗുഡ് നൈറ്റ് മലേഷ്യൻ 370 എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ സക്കറിയുടെ വാക്കുകളായിരുന്നു. അതിനുശേഷം റഡാറിൽ നിന്നും വിമാനം കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞുപോയി. അതിനുശേഷം 1 മണി ഏകദേശം 1:21 ട്രാൻസ്പോണ്ടർ ഓഫായി. ആശയവിനിമയം കംപ്ലീറ്റ് ആയിട്ട് നിലച്ചു. ആ സമയത്ത് സൈനിക റഡാറിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ വിമാനം ദിശ മാറുന്നതാണ്. വിമാനം ദിശ മാറി തടസ്സമില്ലാതെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് മലേഷ്യയുടെ മുകളിലേക്ക് കടന്നു പോകുന്നതാണ് അവസാനമായിട്ട് സൈനിക റഡാറിൽ കണ്ടത്. അത് എന്തിനായിരുന്നു ആ തിരിവ്? പൈലറ്റായിരുന്നു അതിനെ കണ്ടത്. അത് മറ്റാരെങ്കിലും നിയന്ത്രിച്ചതാണോ? രാവിലെ 2:30 വിമാനം ആൻഡമാൻ കടലിന് മുകളിൽ. അപ്പോഴാണ് അത്ഭുതകരമായി വിമാനത്തിന്റെ സാറ്റലൈറ്റ് സംവിധാനം വീണ്ടും റീകണക്ട് ആയത്. ഒരു ലോഗോൺ റിക്വസ്റ്റ് അയച്ചു. ഇതുതന്നെയാണ് അന്വേഷണത്തിന് കിട്ടിയ അവസാന സാങ്കേതിക തെളിവുകളിൽ ഒന്നായത്. അതിനുശേഷമുള്ള 6 മണിക്കൂറുകൾക്കിടെ വിമാനം ഭൂമിയുമായി യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ലാണ്ട് സൈലന്റ് ആയിട്ട് ആകാശത്ത് കൂടി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. 8:19 ലഭിച്ച അവസാന സിഗ്നൽ അതായിരുന്നു MH370 അവസാന ശ്വാസം. അത് കഴിഞ്ഞ് എല്ലാം നിശബ്ദമായിരുന്നു. പിന്നീട് ലോകമുണർന്നപ്പോൾ വിമാനം കാണാനില്ല. ഒരു ദുരൂഹതയായിരുന്നു അത്, ഒരു ജനതയുടെ വേദനയും. കുടുംബങ്ങൾ വിമാനത്താവളങ്ങളിൽ കാത്തിരിക്കുകയായിരുന്നു. ഫോണുകൾ സൈലന്റായി. വാർത്തകൾ പറഞ്ഞു വിമാനവുമായുള്ള ബന്ധം നഷ്ടമായി. പക്ഷേ യാഥാർത്ഥ്യം ആ സമയത്തും വിമാനം പറക്കുകയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ. പിന്നീട് 24 മാർച്ച് 2014 മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ നജീബ് റസാഖ് പ്രസ്താവിച്ചു, MH370 ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവസാനിച്ചു. അത് ലാൻഡ് ചെയ്തിട്ടില്ല, അത് കടലിൽ വീണു. എന്നാൽ ചോദ്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചു ആ രാത്രിയിൽ? വിമാനം എന്തുകൊണ്ട് വഴിതിരിച്ചു? പൈലറ്റുകൾക്ക് എന്ത് സംഭവിച്ചു? അതോ ആരെങ്കിലും നിയന്ത്രിച്ചതാണോ? മറ്റാരെങ്കിലും അതിനെ നിയന്ത്രിച്ചോ? ഒരിക്കലും കണ്ടെത്താനാകാത്ത ആ രഹസ്യം മനുഷ്യരുടെ പേരുകളിൽ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഉത്തരങ്ങൾ ഇന്നും ആകാശത്തിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു.